തന്നെ സ്നേഹിക്കുന്നവർ എനിക്ക് മാപ്പ് തരണം എന്ന് പറയുന്ന ഒരു ആത്മഹത്യയെക്കുറിപ്പാണ് CJ റോയുടേതായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല തൻ്റെ കമ്പനിയുടെ ഉയർച്ചയ്ക്ക് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ, ജീവനക്കാരെ ഒരു കാരണവശാലും സ്ഥാപനത്തിൽ നിന്ന് തഴയാൻ പാടില്ല. ഈ സ്ഥാപനം ഇനി ആര് നയിക്കണമെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. തൻ്റെ സാമ്പത്തിക ഇടപാടുകൾ, കൊടുത്ത പണം, വാങ്ങിയ പണം, ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളെല്ലാം തന്നെ ഭാര്യയെ അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഭാര്യയ്ക്ക് അറിയാം. മാത്രമല്ല ഈ വിദേശ ഇടപാടുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു. താൻ ഒരു വലിയ ട്രബിളിലാണെന്ന് സഹോദരനായ CJ ബാബുവിന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇതെല്ലാമാണ് 8-9 പേജ് വരുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പ് എന്ന പേരിൽ ഡയറിയിൽ നിന്ന് ഇപ്പോൾ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തത്. അപ്പോൾ നേരത്തെ തന്നെ CJ റോയ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമായിരുന്നല്ലോ. തീർച്ചയായിട്ടും. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഒക്ടോബർ മാസം തൊട്ടേ ഇദ്ദേഹത്തിന് കണക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്. ആദായ നികുതി വകുപ്പ് ഇദ്ദേഹത്തിൻ്റെ പിറകിലുണ്ട് എന്നുള്ളതാണ് ഇപ്പം വെളിയിൽ വരുന്ന വേറൊരു വിഷയം. അപ്പം ഒക്ടോബർ തൊട്ട് പ്രശ്നമുണ്ടെങ്കിൽ ഈ ഡിസംബർ വരെ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പം അത്രയും കാലം ഈ പറയുന്നത് പോലെ കണക്ക് ചോദിക്കുന്ന, കൃത്യമായിട്ട് കണക്ക് ഉള്ള ഒരു വലിയ കമ്പനിയാണ്, അല്ലെങ്കിൽ സുതാര്യമായിട്ട് നടത്തുന്ന ഒരു കമ്പനിയാണെങ്കിൽ കണക്ക് ചോദിക്കുമ്പോൾ തന്നെ കൊടുക്കാം. വേറൊരു കാര്യമുണ്ട്, സിനുജി. പിന്നെ അത് ഇദ്ദേഹത്തിൻ്റെ വരുമാനം എനിക്കറിയത്തില്ല, ഇപ്പോൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ 9,000 കോടി രൂപ വരെ വരുമെന്നാണ് പറയുന്നത്. 9,000 കോടി രൂപ വരുമാനമുള്ള ഒരു കമ്പനിയുടെ കണക്ക് പരിശോധിക്കുന്നത് മറ്റുള്ള കൂട്ട് 3 മാസം 4 മാസം കൂടുമ്പോൾ എനിക്കൊന്ന് മാസം തോറും പരിശോധിക്കേണ്ടതായിട്ടും അതിൻ്റെ അപ്ഡേറ്റിംഗ് കൊടുക്കേണ്ടതായിട്ടും ഉണ്ട്. അതുപോലെ ക്രയവിക്രയം നടക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് നടക്കുന്നവർക്ക് ഈ അതിന് കൃത്യമായ അല്ലെങ്കിൽ ഷോർട്ട് ടൈം പീരീഡേ കാണത്തുള്ളൂ. അപ്പം ഇതിനകത്ത് അങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ടാണല്ലോ ദീർഘകാലമായിട്ടുള്ള ഈ കമ്പനി ഇത്രയും വരെ എത്തിയത്. അപ്പം ഇത്രയും വരെ എത്തിയ കമ്പനിക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന ട്രബിൾ എന്താണ് മനസ്സിലാവുന്നത്? ഇദ്ദേഹം നേരത്തെ നടത്തിയിട്ടുള്ള ഇടപാടുകൾ, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം ആണെന്ന് പറയാം. കാരണം ഭൂമി ഇടപാടുകളുണ്ടല്ലോ, 6,000 രൂപയ്ക്ക് മേടിച്ചിട്ട് ഒരു 18 ലക്ഷം രൂപ വരെ എഗ്രിമെൻ്റ് സമയത്ത് ഭൂമിയുടെ വില ഉയർത്തുന്നതിനും ആ എഗ്രിമെൻ്റ് നിർത്തിക്കൊണ്ട് തന്നെ ആ ഭൂമി മറിക്കുന്നതിനും ഒക്കെ സാധിച്ചിട്ടുള്ളവരും അത്തരത്തിൽ ബിസിനസ്സുകൾ തുടർന്നു കൊണ്ടുപോകുന്നത്. അതായത് കുശാഗ്രഹ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ തൻ്റെ പവർ കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഒക്കെ ഒരുപക്ഷെ എഗ്രിമെൻ്റ് കാലാവധി കഴിഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി ഡീലുകൾ വരെ അദ്ദേഹം ആഗ്രഹിക്കുന്ന അത്രയും കാലം കൊണ്ടുപോയി നടത്തിയിരുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഇദ്ദേഹം തട്ടകം ബാംഗ്ലൂരിലായിരുന്നു. നമുക്കറിയാം, കൊച്ചിയിൽ ഉൾപ്പെടെ ഉള്ളത് ധാരാളം പ്രോജക്റ്റുകൾ ഉള്ള മനുഷ്യനാണ്. ഇപ്പോഴും നമ്മുടെ പത്തനംതിട്ട ജില്ല ഉൾപ്പെടെ പല ജില്ലകളിലും ഈ പ്രോജക്റ്റുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്നാലും പ്രധാനപ്പെട്ട ഇടം എന്ന് പറഞ്ഞത് ബാംഗ്ലൂരിലായിരുന്നു. അവിടെ നിന്ന് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ തുടക്കം. അവിടുത്തെ ഭൂമി കച്ചവടത്തിൻ്റെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 6,000-ൽ നിന്ന് 18 ലക്ഷം രൂപ ആദ്യം. അവിടെ നിന്ന് വീണ്ടും പിന്നെയും ആ പ്രദേശത്ത് തന്നെ അല്ല പലയിടങ്ങളിലായിട്ട്, അതായത് ഏറ്റവും മർമ്മപ്രധാനമായിട്ട് ഒരുപക്ഷെ വേറെ ആൾക്കാർക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത സ്ഥലം, നാളെ കാലത്ത് ഈ സ്ഥലം ഏറ്റെടുത്താൽ കോടികൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ കോടികൾ വരുമെന്ന് ദീർഘവീക്ഷണത്തോടു കൂടി പല ബിസിനസ്സുകളും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വളരെ കാലമായിട്ട് താമസിക്കുന്നത് ദുബായിലാണ്. ദുബായ് ബേസ്ഡ് ആണ് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്. ഈ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു കൊല്ലത്തിനിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ദുബായ് ബിസിനസ്സിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു ബിസിനസ് പ്രൊമോഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഫ്ലാറ്റിൻ്റെ കാര്യമായാലും മറ്റു കാര്യമായാലും ഇത് അനൗൺസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോഷൻ കൊടുക്കുന്നതും പരസ്യം കൊടുക്കുന്നതും ഒക്കെ ഒരു പക്ഷേ അത് അയാളുടെ അല്ലെങ്കിൽ അയാൾ പലരിൽ നിന്ന് ഫണ്ട് ശേഖരിച്ചാണല്ലോ. ഫ്ലാറ്റ് വേണ്ടവർക്ക് ഫ്ലാറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഫണ്ട് ശേഖരിക്കും. അതുപോലെ ഫ്ലാറ്റിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തും. അറിയാലേ ഫ്ലാറ്റ് ഇൻവെസ്റ്റ്മെന്റ്, അതിന് പുള്ളി പറയുന്നത് പോലെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ കാണും. ആ രീതിയിൽ വരുമ്പോൾ അപ്പൊ ഇത് ദുബായിൽ ഇദ്ദേഹം ഇതേ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിരുന്നോ, ആ റിയൽ എസ്റ്റേറ്റ് അതിന്റെ പ്രൊമോഷന് വേണ്ടി അവിടെ അല്ലെങ്കിൽ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ ആ ഫണ്ട് സ്വരൂപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള വിഷയം ഇപ്പം നടന്നത് ബാംഗ്ലൂരിൽ നടന്നത് അല്ലെങ്കിൽ ഇന്ത്യക്കകത്തുള്ളതാണെങ്കിൽ അവിടെ നടന്നത് രാജ്യാന്തര ബിസിനസ് അല്ലെങ്കിൽ രീതിയിലുള്ള ഫണ്ട് ശേഖരണമായിരുന്നു. അവിടെ പങ്കെടുത്തിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പോലുമുള്ള ആൾക്കാർ പങ്കെടുത്തവരെ പരിശോധിക്കുമ്പോൾ അവരെല്ലാം ഈ പറയുന്നത് പോലെ നമ്മൾ പറയത്തില്ലേ, കള്ളപ്പണ ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട അല്ല, കള്ളപ്പണ ഇടപാടുകൾ നടക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള
ഏരിയ ആണ്. ഏറ്റവും കൂടുതൽ കള്ളപ്പണം വെളുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മേഖല എന്ന് പറയുമ്പോൾ സിനിമാ മേഖലയാണ്. പറയുന്നത് പണം ചെലവാക്കുന്ന പണത്തിനകത്ത് കൃത്യമായ അവർ കൊടുക്കുന്ന കണക്ക് അതിനകത്ത് കൂടുതൽ കയറി നോക്കാനൊന്നും പറ്റില്ല. ഇത്ര രൂപ ചെലവായ സിനിമ ലക്ഷറി അല്ലേ, അല്ലെങ്കിൽ ആ രീതിയിൽ. അപ്പം അവിടെ ആ രീതിയിൽ വന്നു. ഇതിനകത്ത് ഈ നടന്ന അല്ലെങ്കിൽ ഈ ബിസിനസ് പ്രൊമോഷൻ പറയുന്നിടത്ത് കൃത്യമായ നിരീക്ഷണം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം ആ ട്രബിൾ, അനിയനെ വിളിച്ച് ട്രബിൾ എന്ന് പറയുമ്പോൾ, ബിഗ് ട്രബിൾ എന്ന് പറയുമ്പോൾ അതായത് അദ്ദേഹത്തിന് ആ പെട്ടു എന്നുള്ളതാണല്ലോ അവസാനം. പക്ഷേ ഈ പെട്ടു എന്ന് അന്നേരം പറഞ്ഞതിന് ശേഷം ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് താങ്ങാൻ വയ്യാത്തതുപോലെ എടുത്ത് വെടിവെച്ചതല്ലല്ലോ. അദ്ദേഹം വളരെ കൃത്യമായിട്ട് വളരെ നേരത്തെ തീരുമാനിച്ചിരുന്നു, എനിക്ക് ഏത് സമയവും ആത്മഹത്യ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ജീവൻ ഒടുക്കേണ്ടി വരും. ഞാൻ ഇരുന്നാൽ, എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ, എൻ്റെ പുറകിൽ അന്വേഷണ ഏജൻസി നിന്നാൽ ഒരുപക്ഷെ ഞാൻ അകത്തു പോകുന്നതിൻ്റെ കൂടെ ഇതുവരെ ഉണ്ടാക്കി വെച്ചത് മൊത്തവും പോകും, അല്ലെങ്കിൽ അനന്തരാവകാശികൾക്ക് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പം തന്നെ ശരിയോ തെറ്റോ സ്വന്തം സഹോദരൻ തന്നെ പറയുന്നു, കൂടുതൽ അന്വേഷണമൊന്നും വേണ്ട. കുടുംബം നാളെ പത്രസമ്മേളനം മാറ്റിവെക്കുന്നു. ആത്മഹത്യ കുറിപ്പിനകത്ത് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് എന്നെ ഇന്നടത്ത് അടക്കണമെന്ന്. പക്ഷേ ഇതുവരെ വെളി വന്നില്ലല്ലോ. അപ്പോൾ അടക്കിയത് അവിടെ തന്നെയാണല്ലോ. നമ്മളെല്ലാം ചോദിച്ചിട്ട് എന്താ അവിടെ അടക്കുന്നത്, ജന്മദേശത്ത് കൊണ്ടുവരാത്ത എന്താ? ഒരുപക്ഷെ ഇവരെയൊക്കെ അടക്കേണ്ടത് പള്ളിയിലൊക്കെ അല്ലേ, അവിടെ എത്തിക്കാത്ത എന്താ? അപ്പം ആ ആത്മഹത്യാ കുറിപ്പിനകത്ത് അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒരുപക്ഷെ അന്വേഷണ ഏജൻസി ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ ഇത് രഹസ്യമായിട്ട് വെക്കണമെന്ന് വിചാരിക്കുന്ന ഒരു കുടുംബമുണ്ട്. അങ്ങ് ദീർഘമായിട്ട് അന്വേഷിക്കേണ്ട ആ അന്വേഷണം ഒരുപക്ഷെ ഗുണം ചെയ്യില്ല. ഇത് ഇങ്ങനെയെങ്കിൽ ആയിക്കോട്ടെ, ഒരു ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡും അവരുടെ സമ്മർദ്ദവും അവരുടെ ഈ പറയുന്നത് പോലെ പ്രഷറും കൊണ്ട് വലിയ വലിപ്പത്തിലുള്ള ഒരു റോയി ആത്മഹത്യ ചെയ്തത് ആണെന്ന് വിചാരിച്ചോട്ടെ എന്നുള്ള രീതിയിൽ കുടുംബം ഇപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ വർത്തമാനം പറയുന്നു നമ്മൾ വിചാരിക്കേണ്ടി വരും. അല്ല, അങ്ങനെ തന്നെയാണ് ഇവിടെ ചെയ്തത്. ഇപ്പൊ ഇതിനകത്ത് ഈ മാനേജറുണ്ട്, ഒരു ജോസഫ്, അതുപോലെ ഇദ്ദേഹത്തിന്റെ സഹോദരൻ ബാബു, ഇവരൊക്കെ പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയതിൽ മനം നൊന്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്തു, അങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ എന്താ ശ്രമിക്കുന്നത്? കാരണം CJ റോയിക്ക് മറ്റെന്തൊക്കെയോ ഒളിച്ചു വെക്കാനുണ്ട്. കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് CJ റോയി ഇന്റർനാഷണൽ തലത്തിലുള്ള അന്വേഷണ ഏജൻസികളുടെ റഡാറിലാണ്. അവർ നൽകിയ വിവരം അനുസരിച്ചാണ് ഇവിടെ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്താൻ 6 കമ്പനികളെയാണ് നമ്മുടെ രാജ്യത്തുള്ള ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ആ പറയുന്ന നിരീക്ഷണ ഏജൻസി ലക്ഷ്യമിട്ടത്. ഇതിൽ 4 കമ്പനികൾക്ക് മേലെ ഈ പരിശോധനയും അന്വേഷണമൊക്കെ നടത്തി. മറ്റു 3 കമ്പനികൾക്കും പ്രശ്നമില്ല. പിന്നെ CJ റോയി മാത്രം എന്തിന് ആത്മഹത്യ ചെയ്തു? മാത്രമല്ല CJ റോയിക്ക് സ്വന്തമായിട്ട് നടക്കാൻ പോലും പേടിയാണ്. അദ്ദേഹം എപ്പോഴും 10-15 ബോഡി ഗാർഡ്സിന്റെ അകമ്പടിയോടെയാണ് ബാംഗ്ലൂർ നഗരത്തിൽ പോലും യാത്ര ചെയ്യുന്നത്. ഇദ്ദേഹം ഒരു ഹോട്ടലിൽ താമസിക്കാൻ പോയാൽ ഒരു ഫ്ലോർ മുഴുവൻ വാടകയ്ക്ക് എടുക്കും, എന്നിട്ട് ബോഡി ഗാർഡ്സിനെ അവിടെ താമസിപ്പിക്കും. ഇദ്ദേഹത്തിന് സഞ്ചരിക്കാനായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഒരു ലിഫ്റ്റ് വേണം. അപ്പോൾ തന്നെ ആരോ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് എത്രയോ കാലമായി CJ റോയി ഭയപ്പെടുന്നു. കൂടെ എപ്പോഴും ഒരു ബ്രീഫ് കേസ് കൊണ്ട് നടക്കും. ഇതിനകത്ത് സൈലൻസർ പിടിപ്പിച്ച ഒരു ഗൺ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി വായിക്കുകയും ഈ ഡയറി കുറിപ്പ് കാണുകയും ചെയ്തു കഴിഞ്ഞാൽ താൻ പെട്ടുപോയാൽ ഉടൻ ആത്മഹത്യ ചെയ്യണമെന്ന് CJ റോയി നേരത്തെ കൂട്ടി തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ ബിസിനസ് വിപുലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദുബായിൽ വമ്പൻ പാർട്ടി നടത്തിയത്. വമ്പൻ പാർട്ടിയിൽ ഒരുപാട് സിനിമാക്കാരും ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ പാർട്ടിയിൽ പങ്കെടുത്തവർക്ക് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ഉണ്ടോ എന്ന സംശയം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അന്വേഷണ ഏജൻസികൾ ഇത് കൃത്യമായിട്ട് ഇന്ത്യ ഗവൺമെന്റിനെ അറിയിച്ചിരിക്കാം. ഇപ്പം നമുക്കറിയാം, ദാവൂദ് ഇബ്രാഹിം ഉൾപ്പെടെയുള്ളവർ ദുബായിൽ നടക്കുന്ന ചില പരിപാടിയിൽ പങ്കെടുത്തതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് വരവിൽ കൂടുതൽ പണം ലഭിക്കുന്നു, ചെലവഴിക്കുന്നു. അപ്പോൾ വരവിൽ കൂടുതൽ ചെലവഴിച്ച ഈ പണം എവിടെ നിന്ന്? ഇതിന്റെ സോഴ്സ് വേണം. ഈ സോഴ്സ് കൃത്യമായിട്ട് കണ്ടെത്തണമെങ്കിൽ അന്വേഷണ ഏജൻസി കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് താങ്കൾ ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തങ്ങൾ ഇതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ CJ റോയിക്ക് സാങ്കേതികമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, മാനസിക സമ്മർദ്ദം ഇല്ല എന്നൊക്കെ ഉദ്യോഗസ്ഥർ തന്നെ എഴുതി വാങ്ങുകയും ചെയ്തു. എന്നിട്ടും 15 മിനിറ്റിനുള്ളിൽ ഈ ക്യാബിനുള്ളിലേക്ക് കയറി CJ റോയി ആത്മഹത്യ ചെയ്തു. 3 മാസമായിട്ട് ഈ ഓഫീസിൽ CCTVകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. മാത്രമല്ല, സ്ലൊവാക്യയിലെ ഒരു കോൺസുലായിട്ട് ഇദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പദവി, ഓണററി പദവി അത് നേടുന്നുണ്ട്. അങ്ങനെയുള്ള ഓഫീസ് വർക്ക് ചെയ്യുന്ന ഈ ബൃഹത് മന്ദിരത്തിൽ 3 മാസമായി CCTV വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഒളിപ്പിക്കാനായിട്ട് CJ റോയി ശ്രമിച്ചു. അപ്പോൾ കുടുംബം പറയുന്നത് CJ റോയിയുടെ ആത്മഹത്യ അന്വേഷണ സംഘത്തിന്റെ നിലപാടുകൾ എല്ലാം തമ്മിൽ പൊരുത്തക്കേട്. ഒരു വേറെ കാര്യമുണ്ട്. നമ്മൾ ചെറിയ ഒരു കുട്ടിക്ക് പോലും, സാധാരണ ഒരു വിവരമുള്ള ആൾക്കാർക്ക് പോലും അറിയാം, അന്വേഷണ ഏജൻസി പലതുണ്ട്. NIA ഉണ്ട്, ED ഉണ്ട്, CBI ഉണ്ട്, ഈ പറയുന്ന ആദായ നികുതി വകുപ്പുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം എവിടെ വന്നാലും അവരവിടുന്ന് ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ അയാൾക്ക് ഫൈൻ അടിക്കാറാണ് പതിവ്. ആ ക്രമക്കേടുകളുടെ പിറകിൽ എന്തെങ്കിലും രാജ്യവിരുദ്ധ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ടുകൾ, അല്ല ഫണ്ടിനകത്ത് സുതാര്യതയില്ലാതെ വന്നാൽ ആ
കള്ളപ്പണ ഇടപാടുണ്ടെങ്കിൽ അത് ED അറിയിക്കും. ED അത് പരിശോധിക്കുമ്പോൾ അതിന്റെ വരവ് ഈ പറയുന്നത് പോലെ രാജ്യവിരുദ്ധ ശക്തികളുടെ ഭാഗമായിട്ടുള്ളതാണെങ്കിൽ അത് NIA പോകും, അല്ലെങ്കിൽ CBI പോകും. അപ്പം ഇദ്ദേഹത്തിന്റെ ഫണ്ട്, ഇദ്ദേഹം പറയുന്നത് എനിക്കൊരു ലോണുമില്ല, ഇവിടെ നടത്തുന്ന ബിസിനസ്സിനകത്തും ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നു. ആ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച പണത്തിനകത്ത്, അതായത് ഒരു ബ്രോക്കറുടെ പണി വളരെ വിപുലമായിട്ട് നടത്തിയിരുന്നു എന്ന് വേണമെങ്കിൽ, ആദ്യമേ ബ്രോക്കർ പണി അത് വിപുലമായിട്ട് നടത്തിയിരുന്നു. ഇപ്പോഴും ഇദ്ദേഹത്തിന് സഹോദരൻ നമ്മൾ കേട്ട ഇദ്ദേഹത്തിന് ലോണൊന്നുമില്ല, ഒരു ബാങ്ക് ലോൺ. ആർക്കാ ലോണില്ല? അംബാനിക്കുണ്ട്, അദാനിക്കുണ്ട്, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവർക്കും ഉണ്ട്. കാരണം അത് ഒന്നുമല്ലെങ്കിൽ പണ ഇടപാടിനകത്ത് ഈ അത്തരത്തിൽ വേണമെന്ന് പറയാം ഉണ്ടെങ്കിൽ, പക്ഷെ ഇദ്ദേഹത്തിന് അതില്ലായിരുന്നു. അപ്പം ഇപ്പം വിപുലമാക്കുന്നു. തുടക്കത്തിൽ തന്നെ നമുക്കറിയാമല്ലോ, 6,000 നിന്ന് 18 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി വിൽക്കാൻ സാധിക്കുന്നവൻ ഇപ്പം അത് ദുബായ് ബേസ്ഡ് ആക്കുന്നു, രാജ്യത്തിനപ്പുറം അല്ലെങ്കിൽ ലോക നിലവാരത്തിൽ. ഇപ്പൊ തന്നെ ഈ വന്നേക്കുന്ന ഇദ്ദേഹം ഒരു രാജ്യത്തിന്റെ എന്തോ പദവിയിൽ ഇരിക്കുന്നവർ, ആ രാജ്യത്തെ പറ്റി പരിശോധിക്കുമ്പോൾ ആ രാജ്യം ആയുധ വ്യാപാരം, കള്ളക്കടത്തുള്ള ആളാണ്. മയക്കുമരുന്ന് ആയുധ വ്യാപാരം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ രാജ്യത്തു നിന്ന് ആയുധം മേടിക്കുന്നത് നയതന്ത്രപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ നടത്തിയിട്ടാണ് മേടിക്കുന്നത്. ആയുധം കള്ളക്കടത്ത് നടത്തുന്നത് ആർക്ക് വേണ്ടിയാ? ഭീകരർക്ക് വേണ്ടിയാ. ആയുധ കള്ളക്കടത്തപ്പോഴും അവർക്ക് വേണ്ടിയാ അത് ചെയ്യുന്നത്. അപ്പം അതേ രീതിയിൽ ഉള്ള കാര്യങ്ങൾ. ഏതായാലും അതുപോലെ ഇദ്ദേഹത്തിന്റെ ഭാര്യയെ പറ്റി പറയുമ്പോൾ, സാധാരണ വീട്ടിലെ ഒരാളെന്നൊക്കെ നേരത്തെ ഇന്റർവ്യൂ കേട്ടെ, അവരവിടുത്തെ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. മാത്രവുമല്ല, ഈ ഒരു ഭർത്താവ് മരിച്ചാൽ സാധാരണ ഇതൊന്നും നേരത്തെ ഇന്നാൾക്കെന്ന് ഷെയർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. ഭാര്യയെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ അടുത്ത ഇതിന്റെ ആൾ ഇന്നാളായിരിക്കണമെന്ന് എഴുതി വെച്ചിട്ട് പോയത്? അല്ലെങ്കിൽ ഭാര്യയ്ക്കാണല്ലോ പിന്നെ മൊത്തം, അല്ലെങ്കിൽ മക്കൾക്കൂടാണല്ലോ ഒരുപോലെ അവകാശം. അപ്പം അതിനകത്ത് കൃത്യമായ ഒരു അല്ലെങ്കിൽ നയരേഖ രൂപീകരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്നതുപോലെ ആവണം. അപ്പൊ എല്ലാം തീരുമാനിച്ചിരുന്നു. എനിക്കിത് സംഭവിക്കും ഏത് സമയവും. നിങ്ങൾ ചോദിച്ചതുപോലെ സെക്യൂരിറ്റി, തോക്ക്, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ എടുത്താൽ ആ ഹോട്ടൽ മൊത്തവും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഒരു 18ഓളം സെക്യൂരിറ്റി ഗാർഡുകളുള്ള ആളുടെ വീണ്ടും പേഴ്സണലായിട്ടൊരു തോക്കിന്റെ കാര്യം ഇല്ലല്ലോ. അപ്പൊ മൊത്തത്തിൽ നിഗൂഢതയുണ്ട്. അയാളുടെ നിഗൂഢതയുടെ വലിപ്പം, അയാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ വലിപ്പം ഒരുപക്ഷെ അയാളോ അറിയാവുന്നിടത്തോളം വേറെ ആർക്കും അറിയത്തില്ലല്ലോ. പിന്നെ അറിയാൻ പറ്റുന്ന ഭാര്യയ്ക്കാണ്. ഭാര്യയ്ക്ക് അറിയാവുന്നതും, അല്ലെങ്കിൽ അവരവിടുത്തെ അക്കൗണ്ടന്റ് ആണെങ്കിൽ അവർക്കും അറിയാൻ പറ്റും. അപ്പം ഇതിനകത്ത് എന്ത് പറയുമ്പോഴും, എത്ര ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴും എന്തോ ഒളിഞ്ഞിരിക്കുന്നു. ആ ഒളിഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ അങ്ങ് ഇരുന്നോട്ട് എന്നുള്ള രീതിയിൽ. ഇപ്പൊ തന്നെ ഇതിനകത്ത് എൻ്റെ സ്റ്റാഫിനെ ഉപദ്രവിക്കേണ്ട, എൻ്റെ കുടുംബത്തെ വലിച്ചഴക്കേണ്ട, എനിക്ക് പണം തന്നവർക്ക് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് കിട്ടാനുള്ള ഇന്നതൊക്കെയാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളല്ലാതെ ഇതിനകത്ത് കാരണം എന്താണെന്ന് വ്യക്തത വരുത്തിയുള്ള ആത്മഹത്യാ കുറിപ്പുണ്ടോ? അല്ലെങ്കിൽ ആ ആത്മഹത്യാ കുറിപ്പിനകത്ത് ഇപ്പോഴും അതിനകത്തും അത് പുറത്ത് വിടുന്നതിനകത്തും നിഗൂഢതയുണ്ട്. അതുകൊണ്ടാണ് ഈ കുടുംബം അതങ്ങനെ നിന്നോട്ടെ, അല്ലെങ്കിൽ അത് അന്വേഷണം കൂടുതൽ വേണ്ട, അത് അങ്ങനെ അങ്ങ് തീർന്നോട്ടെ, റോയിൽ കൂടി ഈ റോയിയുടെ മരണം അങ്ങ് അവസാനിക്കട്ടെ, കുഴിച്ചു മൂടപ്പെട്ടെ എന്ന് കുടുംബം ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുന്നു. അതായത് അതിനകത്ത് നിഗൂഢതയുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒരു ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിന്റെ സമ്മർദ്ദം മൂലം മരിക്കുന്ന ഒരാളല്ല. മനസ്സിലായി? എന്ത് വന്നാലും ഏതറ്റം വരെ പോയാലും എല്ലാം തരണം ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ഒരാളാണെന്ന് വേണം കരുതാൻ. ഈ രീതിയിലേക്കുള്ള ഒരു ഫണ്ട്, അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികളുടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇടപാടുകളുണ്ടെങ്കിൽ അതും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. അതാണ് ഈ ആത്മഹത്യക്ക് പിറകിലെന്ന് വിചാരിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.